അടുത്ത കാലത്ത് പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ കാത്തിരുന്ന ഒരു മലയാള ചിത്രമാണ് ആടുജീവിതം. ബ്ലെസ്സി എന്ന മഹാപ്രതിഭയും പൃഥ്വിരാജ് എന്ന നടന്റെ ഡെഡിക്കേഷനും വലിയ രീതിയിൽ ചർച്ചയായി. മലയാളികളിൽ ഒട്ടേറെ പേരും വായിച്ച് ഹൃദ്യസ്ഥമാക്കിയ ആടുജീവിതം നോവൽ സിനിമയാകുമ്പോൾ എങ്ങനെ ഉണ്ടാകുമെന്നറിയാനുള്ള ആകാംക്ഷ ഒടുവിൽ ചിത്രമെന്ന് തിയേറ്ററിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. തന്റെ ജീവിതം ബിഗ് സ്ക്രീനിൽ കാണാൻ കഥാനായകൻ നജീബും എത്തിയിരുന്നു. ബ്ലെസ്സിയുടെ 16 വർഷത്തെ കാത്തിരിപ്പും പൃഥ്വിരാജിന്റെ ഡെഡിക്കേഷനും വെറുതെ ആയില്ലെന്നാണ് ഷോ കഴിഞ്ഞ ശേഷമുള്ള പ്രേക്ഷക പ്രതികരണങ്ങൾ. മലയാളത്തിന്റെ മാസ്റ്റർ പീസ് സിനിമകളിലൊന്നെന്നാണ് ചിത്രത്തെ പ്രേക്ഷകർ വിശേഷിപ്പിക്കുന്നത്. ബ്ലെസ്സിയുടെ സംവിധാന മികവും ചോര നീരാക്കിയുള്ള പൃഥ്വിയുടെ ഗംഭീര പ്രകടനവുമാണ് സിനിമയുടെ ഹൈലൈറ്റ്. AR റഹ്മാന്റെ സംഗീതവും സുനിൽ KSന്റെ ഛായാഗ്രഹണവും റസൂൽ പൂക്കുട്ടിയുടെ ശബ്ദമികവുമെല്ലാം സിനിമയുടെ മുതൽക്കൂട്ടാണ്. ഹക്കിയുമായി എത്തുന്ന ഗോകുലാണ് ഞെട്ടിക്കുന്ന മറ്റൊരു പ്രകടനം കാഴ്ചവെച്ചത്. ഇത് സിനിമയല്ല, ഇതാണ് സ്ക്രീനിലെ ജീവിതം. ഉയർന്ന സാങ്കേതിക മികവ്, പൃഥ്വിരാജിന്റെ മികച്ച പ്രകടനം. ബ്ലെസ്സി ഒന്നിലും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. ദൃശ്യങ്ങളും മനോഹരം, BGM അതിമനോഹരം എന്നാണ് ഒരാൾ Xൽ കുറിച്ചിരിക്കുന്നത്. റിയലിസ്റ്റിക്കായി പ്രേക്ഷകരെ പിടിച്ചിരുന്ന ആടുജീവിതം. ബ്ലെസ്സി സാറിന്റെ 16 വർഷത്തെ കഷ്ടപ്പാട് വെറുതെ ആയില്ലെന്നും ആ അധ്വാനം വെറുതെ അല്ലെന്നുമാണ് മറ്റൊരാൾ പറയുന്നത്. പൃഥ്വിരാജ് നജീബായി ജീവിക്കുകയായിരുന്നുവെന്നും ഇദ്ദേഹം പറയുന്നു. ഇന്റർനാഷണൽ ലെവൽ സിനിമയാണ് ആടുജീവിതം. പൃഥ്വിരാജ് കഥാപാത്രത്തോട് പൂർണ്ണമായും നീതി പുലർത്തിയിട്ടുണ്ട്. പുള്ളിക്ക് നാഷണൽ അവാർഡ് ഉറപ്പാണ്. എല്ലാം കൊണ്ടും അടിപൊളി പടം എന്നിങ്ങനെയാണ് വിവിധ ഓൺലൈൻ ചാനലുകൾ പുറത്തുവിട്ട തിയേറ്റർ പ്രതികരണങ്ങൾ വ്യക്തമാക്കുന്നത്. സിനിമാറ്റോഗ്രാഫർ പൊളി എന്നാണ് ഒരാൾ പറഞ്ഞത്. ഒരു സിനിമാറ്റിക് മാസ്റ്റർ പീസാണ് ആടുജീവിതം. ഹൃദയസ്പർശിയായ അതിജീവന ത്രില്ലറാണ് ചിത്രം. പൃഥ്വിരാജിന്റെ കരിയറിലെ ഏറ്റവും മികച്ച എക്കാലത്തെ മികച്ച പ്രകടനം. ബ്ലെസ്സി സാർ നമിച്ചു. വിസ്മയിപ്പിക്കുന്ന സംഗീതം. തിയേറ്ററിൽ തന്നെ കാണേണ്ട പടം എന്നൊരു പ്രേക്ഷകൻ പറയുന്നു. പൃഥ്വിരാജിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ സിനിമയാണ് ആടുജീവിതം. ബെന്യാമിന്റെ തന്റെ വാക്കുകൾ കടമെടുത്താൽ, നജീബെ, തീക്കാറ്റും വേൽനാളവും നിന്നെ കടന്നു പോകും. നീ അവയ്ക്കു മുന്നിൽ കീഴടങ്ങരുത്, തളരുകയും അരുത്. അതുതന്നെയാണ് പൃഥ്വിരാജ് എന്ന സിനിമയെ ആഴത്തിൽ സ്നേഹിക്കുന്ന താരത്തോട് സിനിമാ പ്രേമികൾക്കും പറയാനുള്ളത്. 15 വർഷത്തിനു മുൻപ് തുടങ്ങിയ സിനിമാ ചർച്ച 2008 പ്രാരംഭ വർക്കുകൾ ആരംഭിച്ചെങ്കിലും വർഷങ്ങളുടെ തയ്യാറെടുപ്പുകൾക്കൊടുവിൽ 2018 ചിത്രീകരണം ആരംഭിച്ചത്. ഏറ്റവും അധികം നാളുകൾ നീണ്ടുപോയ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ വർഷം ജൂലൈ 14 പൂർത്തിയായത്.